ഹിസ്റ്റോറിക് ഫൈനലിനൊരുങ്ങുകയാണ് കേരള ക്രിക്കറ്റ് ടീം. കേരളത്തിൻ്റെ അമരക്കാരൻ ക്യാപ്റ്റൻ സച്ചിൻ ബേബി മാതൃഭൂമിനെ ശ്രമിച്ചിരിക്കുകയാണ്. സച്ചിൻ, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. ഒരു 10-78 വർഷത്തെ ഒരു ചരിത്രത്തിൻ്റെ അതിൽ ടീമിനെ നയിക്കാനുള്ള നിയോഗം സച്ചിനാണ് വന്നുയർന്നത്. ഒരു ക്യാപ്റ്റൻ എന്നുള്ളതിൽ, പ്ലെയർ എന്നുള്ളതിൽ എത്രമാത്രം ഒരു പ്രൗഡ് മൊമെൻ്റാണിത്? തീർച്ചയായിട്ടും. കാരണം ആ ഒരു സന്തോഷം നമുക്ക് എന്തോരം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രയും ഒരു നമ്മുടെ കുറേ നാളത്തെ ഒരു സ്വപ്നം നമ്മൾ എത്തിയിരിക്കുകയാണ്, അതിൻ്റെ ഒരു വക്കത്ത് എത്തിയിരിക്കുകയാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെ ആഗ്രഹമാണ് ഒരു ചാമ്പ്യൻഷിപ്പ് എന്നുള്ള കാര്യം. അപ്പോൾ അതിൽ നമ്മൾ ഒരു പടിവാതിൽക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ബെസ്റ്റ് നമ്മൾ ഈ ഒരു ഗെയിമിലിട്ടിട്ട് നമുക്ക് മാക്സിമം നമ്മൾ ഒന്നാം സ്ഥാനത്താണ് നമ്മൾ നോക്കും. ശരിക്കും ഒരു ഡ്രീം ജേണി എന്നൊക്കെ പറയുന്നത് കൃത്യമാണ് നമ്മുടെ യാത്രയിൽ. കാരണം ക്വാർട്ടറിൽ 1 റൺസിൻ്റെ ലീഡ്, സെമിയിലേക്ക് വരുമ്പോൾ 2 റൺസിൻ്റെ ലീഡ്, അത് ഹെൽമെറ്റ് വരെ വിജയത്തിൽ ഫാക്ടറാകുന്ന ഒരു ഘടകം. അതൊക്കെ നോക്കുമ്പോൾ ത്രൂ ഔട്ട് എങ്ങനെയാണ് ഒരു ജേണി കാണുന്നത്? അത് നമ്മൾ ഗെയിമിൽ നമ്മൾ ആ ഒരു സ്കില്ലുണ്ടെങ്കിൽ നമുക്കൊരു ലക്ക് ഫാക്ടർ നമ്മുടെ കൂടെ ഉണ്ടാവണം. അപ്പം ഈ ഒരു തവണ നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് രഞ്ജി ട്രോഫിയിൽ നോക്കുവാണെങ്കിൽ ഇതിന് മുന്നേ ഞാൻ ക്യാപ്റ്റനായിരുന്നപ്പോഴത്തേക്കും നമ്മൾ റൺ റേറ്റിൻ്റെ ഇതിലാണ് നമ്മൾ ആ ഒരു ക്വാളിഫിക്കേഷൻ ബർത്ത് നമുക്ക് മിസ്സായത്. അപ്പോൾ അവിടെ ഒരു ലക്ക് ഫാക്ടർ നമുക്ക് മറ്റേ ടീമിന് പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ത്രൂ ഔട്ട് ദി ഇയർ ഹാർഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു എഫേർട്ടിൽ ആ ഒരു ലക്കാണ് നമുക്ക് ഈ വർഷം നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മുടെ എല്ലാ പ്ലേയേഴ്സിൻ്റെ എഫേർട്ടിലാണ് നമുക്ക് ആ ലക്ക് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഇന്നിപ്പോൾ 1 റൺ 2 റൺ ഈ 3 റൺസിലായിരിക്കും നമ്മൾ ആ ഒരു കടമ്പ തേടുന്നത്. 1 2 3 അങ്ങനെ തന്നെ വരട്ടെ. ഒപ്പം തന്നെ നമ്മുടെ താരങ്ങൾ പറയാം, വിശേഷിച്ചെടുത്ത് പറയാനുള്ളത് സൽമാൻ നിസാർ ആയാലും അസർ ആയാലും അക്ഷയ് ആയാലും അവരുടെയൊക്കെ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് കൂടി ക്യാപ്റ്റൻ എന്നുള്ളതിൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, എല്ലാവരും നല്ല ഫോമിലാണ്. ഇപ്പം നമ്മുടെ സൽമാനും അസറും മാത്രമല്ല, അവർക്ക് പിന്തുണ കൊടുത്ത കുറേ പ്ലേയേഴ്സ്, നമുക്ക് റോഹൻ, അക്ഷയ്, അവർ ആ ഒരു ഇനീഷ്യൽ സ്റ്റാർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ജലജ്, സർവട്ടെ, നിതീഷ്, പിന്നെ നമ്മൾ എല്ലാ മാച്ചിലും നമുക്കൊരു ഹീറോസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ക്വാർട്ടർ ഫൈനലിൽ ബേസിൽ തമ്പി ആ ഒരു ഹീറോ ആയിട്ട് വന്നു. സൽമാൻ നിസാർ, പിന്നെ നിതീഷ്, അങ്ങനത്തെ ബേസിൽ NP, അങ്ങനത്തെ എല്ലാവരുടെയും ഒരു കോൺട്രിബ്യൂഷൻ നമ്മുടെ എല്ലാ മാച്ചിലും വന്നിട്ടുണ്ട്. അപ്പം ബാക്കി എല്ലാവരും നല്ല ഫോമിൽ കളിക്കുന്ന ഒരു പ്ലേയേഴ്സാണ്. അപ്പം കാരണം നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ക്രിക്കറ്റിൽ. അപ്പോൾ അത് ഈ മത്സരത്തിലും നമ്മൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് റൺസ് കിട്ടാത്ത ആൾക്കാർ ഈ മാച്ചിലും പുട്ടപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു സ്വീറ്റ്നെസ് എപ്പോഴും ഹൈ ആയിരിക്കും. അപ്പോൾ തന്നെ പരിശീലകൻ അമയ് ഖുറേസി ആദ്യ സീസണിൽ തന്നെ ഫൈനലിൽ എത്തിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഡേവാഡ് മോർണർ പോലുള്ള പരിശീലകരുടെ ഒപ്പം സച്ചിൻ വർക്ക് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ആ രണ്ടുപേരുടെയൊക്കെ ഒരു ഡിഫറൻസ് ഒക്കെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, രണ്ടുപേരും ക്രിക്കറ്റ് കളിച്ച ആൾക്കാരാണ്. അപ്പോൾ ക്രിക്കറ്റ് കളിച്ച ആൾക്കാർ നമ്മുടെ സെറ്റപ്പിലോട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു പ്ലേയേഴ്സിൻ്റെ മൈൻഡ് സെറ്റ് എന്താണെന്ന് അവർക്ക് മനസ്സിലാവും ഭയങ്കരമായിട്ട്. അപ്പോൾ അവരും നോക്കുമ്പോൾ അവരും ക്യാപ്റ്റനായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ ചിന്തിക്കും ഈ സിറ്റുവേഷനിൽ നമുക്ക് എങ്ങനെ കളിച്ചാൽ നമുക്ക് ബെറ്റർ റിസൾട്ട് കിട്ടും എന്നുള്ള രീതിയിൽ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇവൻ അമയ് സാറ് മാത്രമല്ല, നമ്മുടെ സപ്പോർട്ട് സ്റ്റാഫ് ആയിക്കോട്ടെ, സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ്, ഫിസിയോ, അസിൻ കോച്ച്, എല്ലാവരും, നമ്മുടെ ചീഫ് സെലക്ടർ പ്രശാന്ത്, എല്ലാവരും നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ളൊരു, കാരണം ഇതൊരു ടീമാണ്. അപ്പോൾ ടീം വർക്കിൽ നമ്മൾക്ക് എല്ലാവരുടെയും ആ ഒരു കോൺട്രിബ്യൂഷൻ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ അത് എല്ലാവരുടെയും കൂടി ചേരുമ്പോഴാണ് ഇങ്ങനത്തെ സ്വീറ്റ്നെസ് വരുന്നത്. ഇനി ഓപ്പണന്റിലേക്ക് വരുമ്പോൾ വിദർഭ അവരുടെ സ്വന്തം ഗ്രൗണ്ടിലാണ് നടക്കുന്നത്. ഈ ഗ്രൗണ്ടിൽ തന്നെ സെമിയിൽ അവർ മുംബൈയാണ് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. തുടർച്ചയായ 2ാമത്തെ ഫൈനലാണ്. ഓപ്പണന്റിനെ എങ്ങനെയാണ് കാണുന്നത്? അവരും നല്ലൊരു ടീമാണ്, ഭയങ്കര ശക്തരായ ഒരു ടീം തന്നെയാണ്. അവരും ത്രൂ ഔട്ട് കഴിഞ്ഞൊരു 3 സീസൺ നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ക്രിക്കറ്റ് കളിച്ചാണ്. കഴിഞ്ഞ വർഷം ഫൈനലിസ്റ്റ് ആയിരുന്നു അവർ. അപ്പോൾ ഞാൻ പറയില്ല, ആ ഒരു നല്ല ടീമിൽ കളിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗെയിം എപ്പോഴും ഹൈ ആയിരിക്കണം. കാരണം നമ്മൾ ആ ക്രിക്കറ്റാണ് നമ്മൾ കഴിഞ്ഞ 2 മത്സരം നമ്മൾ കണ്ടത്. അപ്പോൾ അവർക്ക് ഒരു നല്ലൊരു മാച്ചായിരിക്കും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാരണം ഇത്രയും 5 മാച്ചിൽ ആ ഒരു സെഷൻസ് നമ്മൾ വിൻ ചെയ്താൽ തന്നെ നമുക്ക് മാക്സിമം നമുക്ക് ആ ഒരു അപ്പർ ഹാൻഡ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മുടെ കൺട്രോൾ ചെയ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. സോ മാക്സിമം നമ്മുടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ മാച്ചിൽ ചെയ്ത് നമുക്ക് ആ ഒരു നമ്പർ 1 പൊസിഷനിലോട്ട് പോകാൻ പറ്റും എന്നാണ് പ്രതീക്ഷ. ഉറപ്പായിട്ടും. അവസാനമായിട്ട് കേരളത്തിലെ ഫാൻസിനോട് എന്താണ് പറയാനുള്ളത്? കാരണം അവരുടെ ഒരു സപ്പോർട്ട് ഭയങ്കര ഹൈ തന്നെയാണ്. കാരണം കേരള ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്ന, കാരണം നമ്മൾ കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇപ്പോൾ എനിക്ക് ദുബായിൽ നിന്നും അമേരിക്കയിൽ നിന്ന് വരെ ആൾക്കാർ മെസ്സേജ് ചെയ്തിട്ട് നമ്മൾ കുറേ കൊല്ലമായി കണ്ടുകൊണ്ടിരിക്കുന്ന അനന്തചേട്ടൻ കളിച്ചുകൊണ്ടിരുന്നപ്പം ക്യാപ്റ്റൻ ചെയ്തപ്പം ആ സമയത്ത് നമ്മൾ ക്വാളിഫൈ ചെയ്ത സമയം തൊട്ട് ആൾക്കാർ ഓർത്തിരുന്ന കാര്യം നമ്മൾ എന്നാണ് കേരള ക്രിക്കറ്റും ഇതുപോലെ വളരുക എന്നുള്ളൊരു കാര്യം. അപ്പോൾ എല്ലാവരുടെയും ആ ഒരു വിഷസിന് ഭയങ്കര വലിയൊരു താങ്ക്സ്. കാരണം ഇനിയും നമ്മൾ സപ്പോർട്ട് ചെയ്യുക. കാരണം കേരള ക്രിക്കറ്റിൽ ഇനിയും കുറേ നല്ല ടാലൻസ് ഉണ്ട് ഹു ക്യാൻ പ്ലേ ഫോർ ഇന്ത്യ അല്ലെങ്കിൽ IPL ഡിഫറെൻറ്റ് ഫ്രാഞ്ചൈസിൽ. അപ്പോൾ അതൊക്കെ എനിക്കൊന്ന് ഈ ഒരു സീസൺ കഴിയുമ്പോഴത്തേക്കും എനിക്കൊന്ന് അതൊക്കെ തിരിച്ചു വരും. ഉറപ്പായിട്ടും തിരിച്ചു വരട്ടെ. എല്ലാവിധ ആശംസകളും. കിരീടവുമായിട്ട് നമുക്ക് മടങ്ങാനാവട്ടെ. താങ്ക് യു സോ മച്ച്. ചരിത്രം എഴുതി കഴിഞ്ഞു. പുതിയ ചരിത്രമാണ് ഇനി വിദർഭയിൽ കേരള ടീം എഴുതാൻ പോകുന്നത്. അതിന് ടീമിന് സാധിക്കട്ടെ. നാഗ്പൂരിൽ നിന്നും സ്റ്റീഫൻ മാത്യുവിനൊപ്പം ജയേഷ് പൂക്കോട്ടൂർ, മാതൃഭൂമി ന്യൂസ്.